തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായി കള്ളവോട്ട് നടന്നതായി പരാതി. വഞ്ചിയൂരിൽ കള്ളവോട്ടിനെതിരെ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർക്ക് നേരെ സിപിഎം അതിക്രമം. നന്ദിയോട്, കുന്നത്തുകാൽ, മലയിൻകീഴ് തുടങ്ങിയ പ്രദേശങ്ങളിലും സിപിഎം കള്ളവോട്ട് ചെയ്തതായി ആരോപണം. തിരുവനന്തപുരം ജില്ലയിൽ വിവിധയിടങ്ങളിൽ സിപിഎം വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായാണ് പരാതി. വഞ്ചിയൂർ, നന്ദിയോട്, മലയിൻകീഴ്, കുന്നത്തുകാൽ എന്നിവിടങ്ങളിൽ നിന്നാണ് വ്യാപകമായി പരാതി ഉയർന്നത്. വഞ്ചിയൂരിൽ പുറത്തുനിന്നടക്കം ആൾക്കാരെ എത്തിച്ചാണ് സിപിഎം കള്ളവോട്ട് ചെയ്തതെന്ന് ബിജെപി ആരോപിച്ചു. പ്രതിഷേധിച്ച ബിജെപി പ്രവർത്തകർക്ക് നേരെ സിപിഎം പ്രവർത്തകരുടെ കയ്യേറ്റമുണ്ടായി. സ്ത്രീകളെയടക്കം സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ അസഭ്യം പറഞ്ഞു. സിപിഎം ഗുണ്ടായിസത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നാണ് സിപിഎം കള്ളവോട്ട് ചെയ്തതെന്നും പോലീസ് ഇതിന് കൂട്ടുനിന്നുവെന്നും ബിജെപി ആരോപിച്ചു. ഇന്ന് രാവിലെ മുതൽ വ്യാപകമായിട്ടുള്ള കള്ളവോട്ട് ആസൂത്രിതമായി പോലീസിന്റെയും ഉദ്യോഗസ്ഥന്മാരുടെയും പിന്തുണയോടുകൂടി കൃത്യമായിട്ടും നമ്മൾ സ്പെസിഫിക് ചെയ്ത കള്ളവോട്ടുകൾ തന്നെ ഇവിടെ നടത്താൻ ഇവർ ധൈര്യം കാണിച്ചിരിക്കുകയാണ്. സിപിഎമ്മിന്റെ ഏറ്റവും വലിയ പരാജയമാണ് ഇവിടെ ഈ കാണിക്കുന്നത്. പരാജയ ഭീതി പൂണ്ട സിപിഎം ഏത് വിധേനയും ഏത് അധാർമികതയും കൂടി ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി പോലീസ് സർക്കാർ സംവിധാനം മുഴുവൻ ഉപയോഗിച്ചുകൊണ്ട് വഞ്ചൂർ വാർഡിലെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ വഞ്ചൂർ വാർഡിലെ രണ്ടാം ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, രണ്ടാമത്തെ ബൂത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സംഘർഷത്തിൽ 4 സിപിഎം പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു. ബിജെപി വനിതാ പ്രവർത്തകരെ അസഭ്യം പറഞ്ഞതിനാണ് വഞ്ചിയൂർ പോലീസ് കേസെടുത്തത്. സിപിഎം ജില്ലയിൽ വ്യാപകമായി കള്ളവോട്ട് ചെയ്തതായി കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും പറഞ്ഞു. വഞ്ചിയൂരിൽ നടന്നത് ജനാധിപത്യ വിരുദ്ധമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനം, തിരുവനന്തപുരം.